കിറ്റിയും കിട്ടുവും കഴിഞ്ഞ 5 വർഷമായി അയൽവാസികളാണ്. കാലക്രമേണ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. കിറ്റി വക്കീലായി ജോലി ചെയ്യുന്നു, കിട്ടു കോളേജിൽ പഠിക്കുന്നു. വരൂ നോക്കാം അവർ തമ്മിൽ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. കിട്ടു, ഇത്രയും രാവിലെ എവിടേക്കാ പോകുന്നത്? കിറ്റി ചേച്ചി സുഖമാണോ? ഞാൻ സിനിമയ്ക്ക് പോവുകയാണ് ചേച്ചി. ഇന്ന് അവരൊരു നല്ല ഫിലിം കാണിക്കുന്നുണ്ട്. എത്ര മണിക്കാണ് സിനിമ? ഇത്രയും രാവിലെ ഒന്നും അവര് സിനിമ കാണിക്കാറില്ലല്ലോ. എന്റെ ചേച്ചിക്ക് അറിയാവല്ലോ, അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിന് എന്നെ അറിയാം. പ്രവേശിക്കുന്നതിൽ നിന്ന് അയാൾ എന്നെ തടയരുത്. അതുകൊണ്ടാ ഞാൻ സമയത്തിന് മുൻപേ പോകുന്നത്. കിട്ടു, നീ ഒരിക്കലും ഞാൻ പറയുന്ന അനുസരിക്കില്ല അല്ലേ? ഇല്ല ചേച്ചി. എന്ന് വെച്ചാൽ ഉവ്വ ചേച്ചി, ഞാൻ ചേച്ചിയെ അനുസരിക്കും. എന്തു പറ്റി? ഓർമ്മയുണ്ടോ ഞാൻ നിന്നോട് പറഞ്ഞ ആക്ട്? അയ്യോ ചേച്ചി, വീണ്ടും ഈ ആക്ട് പറ്റും? ചേച്ചി, ഇതൊന്നും എനിക്ക് മനസ്സിലാവുകയില്ല. എടാ, ആദ്യം പറയണത് കേൾക്ക്. ഈ പാംഫ്ലെറ്റ് മുഴുവൻ ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. ചേച്ചി എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നു. HIV എയ്ഡ്സ് ആക്ട് 2017. ചേച്ചി, എന്താണ് ഈ ആക്ട് പറയുന്നത്? അതായത് HIV ആൻഡ് എയ്ഡ്സ് 2017 നിയമപ്രകാരം HIV അണുബാധിതർക്കോ കുടുംബങ്ങൾക്കോ ജോലി, ആരോഗ്യ പരിപാലന സൗകര്യങ്ങൾ, പൊതു ഇടങ്ങൾ എന്നിവ നിഷേധിക്കാനോ അവിടങ്ങളിൽ വിവേചനം കാണിക്കുവാനോ പാടില്ല. സാവധാനം പറയൂ ചേച്ചി, ഇത്രയും ഭാരിച്ച വാക്കുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോയി എന്ന് കരുതുക. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നഴ്സോ ഡോക്ടറോ, അതല്ലെങ്കിൽ സ്കൂൾ കോളേജിൽ ടീച്ചർ, കൂടെ പഠിക്കുന്ന കുട്ടികൾ, ഇങ്ങേറ്റം ഹോട്ടൽ, സിനിമ ഹാൾ, അതായത് പബ്ലിക് ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾ. അതെ, ഇത്തരം ഏതൊരു സ്ഥലത്തും വിവേചനം കാണിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. പക്ഷെ ചേച്ചി, ഈ നിയമം ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാവാനാണ്? നാളെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ വിവേചനം കാണിക്കുകയോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് വായിക്കൂ. അഥവാ നിന്നോടോ എന്നോടോ അല്ലെങ്കിൽ സമൂഹത്തിലെ ആരോടെങ്കിലുമോ നമ്മുടെ HIV സ്റ്റാറ്റസിന്റെ പേരിൽ മര്യാദകേട് കാണിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്താൽ നമുക്കിവിടെ ഈ ഓംബുഡ്സ്മാന്റെ അടുത്ത് പരാതിപ്പെടാവുന്നതാണ്. അതായത് വെള്ളമെടുക്കുമ്പോൾ എന്നോട് വിവേചനം കാണിക്കുന്നത് പോലെ എല്ലാവരും നിറച്ചു കഴിയുമ്പോഴാണ് എന്നെ വെള്ളമെടുക്കാൻ അനുവദിക്കുന്നത്. അപ്പോൾ ഇത്തരം വിവേചനങ്ങൾക്ക് എനിക്ക് പരാതിപ്പെടാനൊക്കുവോ? തീർച്ചയായും. ഇത് വളരെ നല്ല കാര്യമാണല്ലോ, അല്ലേ ചേച്ചി? ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇന്ന് ഫിലിം കാണാൻ പോകാതെ ചേച്ചിയിൽ നിന്ന് ഈ ആക്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാലോ എന്ന്. നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ച് മനസ്സിലാക്കാം. പക്ഷെ ഒരു കാര്യം ചെയ്യേ, ആദ്യം പോയി ഫിലിം കണ്ടിട്ട് വാ. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. മനസ്സിലാക്കും കാര്യമത്, എല്ലാരോടും ചൊല്ലിടും ഗുണമുള്ള പാഠം അത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. HIV-യുടെ കൂടുതൽ വിവരങ്ങൾക്കായി ദേശീയ ടോൾ ഫ്രീ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ 1097 വിളിക്കുക.